ഹായ്, വെൽക്കം ടു അൾട്ടിമേറ്റ് ആൻസേഴ്സ്. സോ ഇന്ന് നമ്മൾ നമ്മുടെ 9th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സസൈസ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിലുള്ള 8 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് അതൊന്ന് നല്ല വൃത്തിക്കൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് some observations related to the experiments on cathode rays. Cathode റേയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, നമ്മുടെ വില്യം ക്രൂക്സിന്റെ എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതിന്റെ ഇൻഫറൻസ് പാർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ, കാഥോഡ് റേസിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് റൊട്ടേറ്റ്സ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വീല് പോലുള്ള ഒരു പാഡിൽ വീല് നമ്മൾ കാഥോഡ് റേയുടെ പാത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയത്? വരുന്ന കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സോ അതാണ് അവിടുത്തെ ഇൻഫ്ലുവൻസ്. ഓക്കെ. So second question, a shadow is formed if an object is placed in the path of cathode ray. കാഥോഡ് റേ വരുന്ന ആ ഒരു പാത്തിൽ അദ്ദേഹം ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്, ഓർമ്മയുണ്ടോ? ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ് വെച്ചിരുന്നത്. അങ്ങനെ വെച്ചപ്പോൾ അവിടെ ഷാഡോ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ കാഥോഡ് റേസ് എങ്ങനെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഷാഡോ വന്നത്? സ്ട്രെയിറ്റ് ലൈനിലാണ് അത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇങ്ങനെ ഒരു ഷാഡോ ചെയ്തു. സ്ട്രൈറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്തത്. സോ അടുത്ത എന്താണ്? വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു ഡിസ്ചാർജ് ട്യൂബിന് ചുറ്റുമായിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? കാഥോഡ് റേ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തത്? ഡിഫ്ലക്ട് ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റിന് അടുത്തേക്ക് എന്ത് ചെയ്തു? കാഥോഡ് റേ ഡിഫ്ലക്ട് ചെയ്തു. നമുക്കറിയാം ഒരിക്കലും ഒരേ ചാർജസ് അടുത്തേക്ക് വരില്ല, കാരണം അവരെപ്പോഴും റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവരെന്താ? കാഥോഡ് റേ ഇതിനടുത്തേക്ക്, പോസിറ്റീവിനടുത്തേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാഥോഡ് റേയുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്, ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. സോ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So second question, the atomic number of an atom is 16 and its mass number is 32. അറ്റോമിക് നമ്പർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? Z എന്നാണ്. സോ അത് എത്രയാണ്? 16. മാസ് നമ്പർ A വെച്ചിട്ടാണ് റെപ്രസെന്റേഷൻ. സോ അത് 32. First question, how many electrons, protons and neutrons are present in this atom? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പറയാൻ പറ്റുമോ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. സോ അത് 16 ആണ്. സോ ഇവരുടെ രണ്ടിന്റെയും എണ്ണം കിട്ടി. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ നമുക്ക് എന്തെഴുതാം? 32 മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം 60. എത്ര വരും? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. അപ്പൊ നമുക്ക് അതിന് വേണ്ടി അറ്റോമിക് നമ്പർ ഉണ്ട്, 16 ആണ്, 2 8 6. സോ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം വരയ്ക്കാനാണ് പറഞ്ഞത്. നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ ഒന്ന് വരച്ചു നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ന്യൂക്ലിയസ് ആണ്. നിങ്ങളൊരു കോമ്പസ് യൂസ് ചെയ്യുക.
ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം നമ്മൾ ഓരോ ഓർബിറ്റ്, എത്ര ഓർബിറ്റ് വേണമെന്ന് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. 3 ഓർബിറ്റ് ആണ്, 1 2 3. നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകും കേട്ടോ. സോ ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെ എഴുതണം? നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ. 16 പ്രോട്ടോൺ, 16 ന്യൂട്രോൺ, ദെൻ 16 ഇലക്ട്രോൺ ഉണ്ട്. സോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡിൽ 8 ഇലക്ട്രോൺ, 3 4, എൻ്റെ കൂടെ വരയ്ക്കുക കേട്ടോ. 5 6 7 8. ഇതൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. ദെൻ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, 1 2 3 4 5 and 6. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ കെ, എൽ ആൻഡ് എം ഷെൽ ഓഫ് ആൻ ആറ്റം. അപ്പൊ ഈ 3 ഷെല്ലുകളിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഏതോ ഒരു ആറ്റത്തിന്റെയാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാവ് ഹയസ്റ്റ് എനർജി? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് എനർജി കൂടുകയാണ് ചെയ്യുക. ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞ കെ, ദെൻ എൽ, എം, എൻ, അങ്ങനെയാണ് പോവുക. അപ്പം ഇതിൽ 4 പേരിൽ നോക്കുമ്പം എന്നിനാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് എമ്മിനാണ് കൂടുതൽ വരിക, പിന്നെ എൽ, ഏറ്റവും കുറവ് കെയ്ക്കാണ്. അപ്പൊ ഈ 3 ഷെല്ലിനെ കമ്പയർ ചെയ്യുമ്പം ഏതിനാണ് കൂടുതൽ? എം ഷെല്ലിനാണ് കൂടുതൽ. സോ അതിന്റെ ആൻസർ എം. ഇനി ഇഫ് എം ഷെൽ കണ്ടെയ്ൻസ് 3 ഇലക്ട്രോൺസ്, ഇപ്പൊ എമ്മില് 3 ഇലക്ട്രോൺ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പം ബാക്കി അറ്റോമിക് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഈസിയാണ്, നോക്കുക, ഞാൻ പറഞ്ഞുതരാം. എമ്മില് 3 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? എമ്മിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫില്ല് ചെയ്ത്, കെയിലും എല്ലിലും ഫില്ല് ചെയ്ത് ബാക്കി വരുന്ന ഇലക്ട്രോൺ അല്ലേ 3 എമ്മിൽ ഫില്ല് ചെയ്യുക. അപ്പൊ ബാക്കി 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ എല്ലിൽ എത്ര എണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലിൽ മാക്സിമം 8 എണ്ണം ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. കെയിൽ മാക്സിമം എത്ര? 2 എണ്ണം. അപ്പൊ ആ മാക്സിമം ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതായിരിക്കും എമ്മിൽ ഫില്ല് ചെയ്ത്. സോ എത്ര ഇലക്ട്രോൺ ആയി? 13 ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്താണ്? What is the number of electrons in this atom? എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? 13 ആണ്. അറ്റോമിക് നമ്പർ 13 ആണ്. സോ ഇലക്ട്രോണിന്റെ എണ്ണവും 13 ആണ്. ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻസ് 16 ന്യൂട്രോൺസ്, 16 ന്യൂട്രോൺസ് ഉണ്ട് ഈ ഒരു ആറ്റത്തിൽ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പറയാ? എ ആണ്. സോ എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. ഇവിടെ എത്രയായിരിക്കും പ്രോട്ടോൺ? ഇലക്ട്രോൺ എത്രയാണോ അത്രയും തന്നെയായിരിക്കും പ്രോട്ടോൺ. ഇലക്ട്രോൺ 13 ആണ്. സോ 13 ആണ് പ്രോട്ടോണിന്റെ എണ്ണം, പ്ലസ് 16 ആണ് ന്യൂട്രോൺ. സോ എത്ര വരും ടോട്ടൽ? 20. മാസ് നമ്പർ 20. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഈസി അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അറ്റോമിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് നമ്പർ കണ്ടുപിടിക്കാണ്. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അതിനുവേണ്ടി ന്യൂക്ലിയസിലെ എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ 13 പ്ലസ് 14, ടോട്ടൽ എത്ര വരും? 27. ഓക്കെ, അടുത്ത എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, കോമ. സെക്കൻഡിൽ
8 ഇലക്ട്രോൺ. ലാസ്റ്റിൽ എത്ര എണ്ണമാണ്? 3. ഇതാണ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഫോർത്ത് കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യന് നോക്കാം എന്താണെന്ന്. സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. സോ മാഗ്നീഷ്യം, കാർബൺ, നൈട്രജൻ, കാർബൺ, സോഡിയം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്സ്. യെസ്, നമ്മൾ പഠിച്ച ലാസ്റ്റ് ടോപ്പിക്കിലുള്ള കൺസെപ്റ്റ് ആണ് ഐസോടോപ്പ്. എന്തായിരുന്നു ഐസോടോപ്പ്? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അങ്ങനെയുള്ള എലമെന്റ് പെയർ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഐസോടോപ്പ് പെയർ ആയിട്ടുള്ളത് നോക്കാം. സെയിം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ആണെങ്കിൽ താഴെ എഴുതുന്നതാണ് എന്ത് അറ്റോമിക് നമ്പർ, മുകളിൽ മാസ് നമ്പർ. അപ്പൊ സെഡ് സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഒന്നിതും ഒന്നിതും. അപ്പൊ അതൊക്കെയാണ് എന്ത് ഐസോടോപ്പ്. സോ C6 12, C6 40. പിന്നെ ആൻസർ എന്താണ്? എന്താണ്? ഇനി അടുത്തത് എന്താണ്? ബി ക്വസ്റ്റ്യൻ. ഐസോബാർ കണ്ടുപിടിക്കാനാണ്. എന്താണ് ഐസോബാർ? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ പാർട്ട് സെയിം ആയിട്ട് വരുന്ന ആളാരൊക്കെയാണ്? മെഗ്നീഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. അപ്പൊ അവരാണ് ഐസോബാർസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസിയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് പാർട്ട് നോക്കൂ. പ്ലം പുഡിംഗ് മോഡൽ. ആരുടെ ആയിരുന്നു പ്ലം പുഡിംഗ് മോഡൽ? യെസ്, ജെ തോംസൺ. ദെൻ പ്ലാനറ്ററി മോഡൽ ആരുടെ ആയിരുന്നു? റുദർഫോർഡ്. യെസ്. ദെൻ കനാൽ റേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗോൾഡ് സ്റ്റെയിന്റെ ആയിരുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ. സോ അടുത്തത് സെവൻത് ക്വസ്റ്റ്യൻ. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് ഗിവൺ 15 and 31 respectively. So atomic number Z is equal to 15 and mass number 31. So first question, what is the number of valence electron? Valence electron എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ, ഏറ്റവും പുറമേയുള്ള ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. അതിന് നമുക്ക് അറ്റോമിക് നമ്പർ ഉണ്ട്. സോ 15 ആണ്. സോ 2 8 10 ആയി. ഇനി ഒരു 5 കൂടെ ഉണ്ട്. സോ ഏറ്റവും വാലൻസ് number of valence electrons is equal to എത്രയാണ്? outermost ഓർബിറ്റില് 5 ഉണ്ടോ? ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് മാസ് നമ്പർ ഉണ്ട്, പ്രോട്ടോണിന്റെ എണ്ണം, അറ്റോമിക് നമ്പറിന്റെ എണ്ണം അല്ലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ്. സോ ന്യൂട്രോൺ ഈക്വൽ ടു എ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 31 മൈനസ് 15 ചെയ്താൽ മതി. അത് എത്രയാണ്? 16. ഓക്കെ. സോ അടുത്തത് സി, ഡ്രോ ദി ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ വരയ്ക്കാനാണ് പറഞ്ഞത്. വരയ്ക്കാം. നോക്കുക. ഫസ്റ്റ് ന്യൂക്ലിയസ് വരയ്ക്കണം. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതണം? നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 15 പ്രോട്ടോൺ ആൻഡ് 16 ന്യൂട്രോൺ. ദെൻ എത്ര ഷെല്ല് വേണം? ഇത് നോക്കിയാൽ മതി. ഷെല്ല് എത്ര എണ്ണം വേണം? എത്ര എണ്ണം? 3 എണ്ണം വേണം. അപ്പൊ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ. കോമ്പസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകും. 1 2 8. സെക്കൻഡ് ഓർബിറ്റിൽ 8 5 6 7 8. അടുത്തത് 5 1 2 3 4 5. ഓക്കെ. ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയും. കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കും.
സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. Isotope of an element is used to determine the age of fossil. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ ചില ഐസോടോപ്പ് ഉപയോഗിക്കാറുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഐസോടോപ്പ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബണിന്റെ ഐസോടോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാർബൺ 14 ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ, കാർബൺ 14. ഇനി ഏതൊക്കെയാണ് ഇത് കൂടാതെ വേറെ ഏതൊക്കെയാണ് കാർബണിനുള്ള ഐസോടോപ്പുകൾ? കാർബൺ 612, കാർബൺ 613. ഓക്കെ, റൈറ്റ് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോടോപ്പ്. ന്യൂട്രോണിന്റെ എണ്ണം, ഓരോ ഐസോടോപ്പിലുള്ള ന്യൂട്രോണിന്റെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാം. അപ്പം ഇതിൽ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം. ദാറ്റ് ഈസ് ഇവിടെ മാസ് നമ്പർ 12 ആണ്. 12 മൈനസ് ഇലക്ട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അത് തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. സോ 12 മൈനസ് 6. ഇവിടെയാണെങ്കിൽ n is equal to a minus p, that is 13 minus 6, that is equal to 7. Then ഇവിടെയാണെങ്കിൽ n is equal to a minus p, that is equal to 14 minus 6, is equal to. So ഇതാണ് 8th ക്വസ്റ്റ്യന്റെ സി പാർട്ടിന്റെ ആൻസർ ആയിട്ട് വരും. സി പാർട്ട്. ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നാലേ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മളിനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാം. അപ്പം എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.